ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ T20 ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് മോശം കളിയാണ് കാഴ്ചവെച്ചത്. എങ്കിലും അവസാന നിമിഷം കളി ജയിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ ട്രിസ്റ്റൻ സ്റ്റബ്സാണ് ഇന്ത്യക്ക് പണിയായത്. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക ഒരു നിമിഷം തോറ്റതായിരുന്നു. അവിടെ നിന്നാണ് അവർ ജീവിച്ചു വന്നത്. 7 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യക്ക് കളി തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഇന്ത്യ തോൽക്കാൻ കാരണം അത് ബാറ്റിംഗ് ആണ്. കുറച്ചും കൂടി നന്നായി കളിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ തോറ്റേനെ. സഞ്ജു പെട്ടെന്ന് ഔട്ടായതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. അവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി ജയിച്ചേനെ. എൻ്റെ പ്രതീക്ഷ അവനിലായിരുന്നു. പക്ഷെ അവനിന്ന് കളിക്കാൻ സാധിച്ചില്ല. അവന് മാത്രമല്ല, ടീമിലെ ആർക്കും തന്നെ ഫോമാകാൻ സാധിച്ചില്ല. ഈ പിച്ചിൽ ശരിക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ടീമിൻ്റെ കുഴപ്പമല്ല, സൗത്ത് ആഫ്രിക്കൻ താരങ്ങളും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് കളിച്ചത്. വരുൺ ചക്രവർത്തി ബൗളിംഗിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ ബൗൾ ചെയ്തപ്പോൾ 5 വിക്കറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കളി ഞങ്ങൾ തിരിച്ചു പിടിച്ചതായിരുന്നു. പിന്നീട് എപ്പോഴോ കളി ഞങ്ങളുടെ കൈവിട്ടുപോയി. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സൂര്യ പോലും പറയുന്നു, സഞ്ജു ഫോമായെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും ഇന്ന് ജയിച്ചേനെ. സൂര്യക്ക് സഞ്ജുവിലായിരുന്നു വിശ്വാസം. പക്ഷേ ഇന്നത്തെ പിച്ചിൽ ആർക്കും തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സഞ്ജു മാത്രമല്ല, എല്ലാവരും ഫോം ഔട്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക അവസാന നിമിഷമാണ് കളി ജയിച്ചത്. 7 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സൗത്ത് ആഫ്രിക്ക കളി ജയിച്ചു. സ്റ്റബ്സാണ് ഇന്ത്യക്ക് പണിയായത്. സ്റ്റബ്സിനെ ഔട്ടാക്കിയെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി ജയിച്ചേനെ. സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഭാഗ്യമില്ല. രണ്ടാം T20യിൽ തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ പരമ്പരയിൽ 1-1 രണ്ട് ടീമും സമനിലയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.